ആളുകൾ പുതിയ ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇടപെട്ടാൽ മതിയല്ലോ. അങ്ങനെയേ ഉള്ളൂ. ഈ പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെയാണ്. ബസൂക്ക പോലും അങ്ങനത്തെ ഒരു ഇടപെടൽ. അത് ഈ പറഞ്ഞ സോക്കോൾഡ് കമേഴ്ഷ്യൽ നമ്മുടെ അങ്ങനത്തെ സിനിമയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. അപ്പോൾ ഈ ബസൂക്ക എന്ന് പറഞ്ഞ അതിൻ്റെ കഥ പറയണമെന്ന് പറഞ്ഞ് കല്ലൂർ ഡെന്നിസിൻ്റെ മകനാണ്. കഥ പറയണമെന്ന് പറഞ്ഞ് കുറേ നാളായിട്ട് ഇനി നടക്കും. ഞാൻ പറഞ്ഞു, നിനക്ക് ഇവരെ പണിയൊന്നുമില്ല, അച്ഛൻ എഴുതിയെന്ന് പറഞ്ഞ് നിനക്കൊക്കെ എന്താ ക്വാളിറ്റി അല്ല, എൻ്റെ ഒരു കഥ ഒന്ന് കേൾക്കണം. കഥ ഇങ്ങനെ കേട്ടു. കഥ ഓക്കെ ചെയ്യാം എന്നുള്ള ലൈനായി. പല പ്രൊഡ്യൂസർമാരുടെ അന്വേഷണം തൊട്ട് ഡയറക്ടറില്ല ഇപ്പോൾ ഈ കഥ പറയേ. അത് അവിടെ നിന്നിട്ട് വളരെ ഡയറക്ടർ തീരുമാനം. ഞാനവനോട് പറഞ്ഞ്, ഈ കഥ നിന്നോളം നന്നായിട്ട് ആർക്കും പറയാൻ പറ്റില്ല, നീ തന്നെ ഡയറക്റ്റ് ചെയ്യണം. അവനതിനെപ്പറ്റി ഒരു എക്സ്പീരിയൻസും ഇല്ല. ഈ ബാക്കി നിങ്ങൾ കാണുമ്പോൾ തീരുമാനിച്ചാൽ മതി. പക്ഷെ അവനെ ഓരോ ഫ്രെയിമും കാണപ്പെടണം. അതുപോലെ നമുക്ക് ഓരോ ഫ്രെയിമും കാണപ്പെടണം. ഓരോ സീനും ഓരോ ഷോട്ടും ഒക്കെ കൃത്യം. ഈ കഥയിൽ നിങ്ങളുടെ റോൾ? നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല.